ഹായ്. അപ്പോൾ ഈ ആൽഫബet ബീറ്റ്സുമായിട്ട് ഇവിടെ എന്താ പണിയെന്നല്ലേ എല്ലാവരും വിചാരിക്കുന്നത്. അത് എനിക്കൊരു 10 ബ്രേസ്ലെറ്റ് ഉണ്ടാക്കണം. അതിലാണെങ്കിൽ ദ ലോർഡ് ഈസ് ഗോഡ് എന്ന് എഴുതണം. അപ്പോൾ അതിൻ്റെ ലെറ്റേഴ്സാണ് ഞാനിവിടെ പറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരേ കളറിൽ ഈ 10 എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ റെഡ്, ഓറഞ്ച്, വയലറ്റ്, പിങ്ക് ഈ കളറിലുള്ള ഇത്രയും ലെറ്റേഴ്സുമാണ് ഞാൻ ഫസ്റ്റ് ഓരോന്നായിട്ട് പിറക്കി മാറ്റുന്നത്. അപ്പോൾ പിറക്കി മാറ്റാൻ പറ്റുന്നുള്ള അത്രയും ഞാൻ ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനത് കളർ വൈസായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ഈ ആൽഫബറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ കളർ വൈസായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ ആദ്യം ഈ ഓറഞ്ച് കളറിൽ ദി ലോർഡ് ഈസ് ഗോഡ് എന്ന് പറഞ്ഞ് അങ്ങനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തെടുത്തു. അപ്പോൾ എനിക്ക് ഒരു 4 ആണ് ഞാൻ അതിലെടുത്തത്. കറക്റ്റായിട്ട് 10 കിട്ടത്തില്ല. അതുകൊണ്ട് 4 അതും നെക്സ്റ്റ് റെഡും ആയിട്ടാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ബ്രേസ്ലെറ്റ് ഓരോന്നായിട്ട് ഉണ്ടാക്കി. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ദ ലോർഡ് ഈസ് ഗോഡ് എന്നുള്ള ലെറ്റേഴ്സാണ് ആദ്യം ഞാനിതിൽ കോർത്ത് കൊടുക്കുന്നത്. ഇതിൽ ദ ലോർഡ് ഈസ് ഗോഡ് എന്നുള്ളത് ഞാൻ ഗ്യാപ്പ് ഇടാതെയാണ് കോർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ദ കഴിഞ്ഞിട്ട് ഗ്യാപ്പ്, ലോർഡ് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് അങ്ങനെ വേണമെങ്കിൽ അതിലൊരു കുഞ്ഞ് ബീഡ്സ് കൂടി നിങ്ങൾക്കതിൽ കോർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ശകലം ബീഡ്സ് കൂടി കോർത്ത് കൊടുക്കണം. ഇത് കസ്റ്റമർ സെലക്ട് ചെയ്ത കളറിലാണ് ഞാൻ ആ ബീഡ്സ് കൂടി എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ഹെയർ ആക്സസറീസ്, ജുവൽ മേക്കിംഗ് മെറ്റീരിയൽസ് എല്ലാം ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതുപോലുള്ള പലതരത്തിലുള്ള ബ്രേസ്ലെറ്റ്സുകളെല്ലാം ഞങ്ങൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് പഠിക്കാൻ താല്പര്യമുള്ളവരൊന്ന് അത് കണ്ട് പഠിച്ചാൽ മതി. ഇല്ല, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ബ്രേസ്ലെറ്റ് ബോയ്സിനും ഗേൾസിനും ഒക്കെ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ബ്രേസ്ലെറ്റ് ഒരു ക്യാമ്പിൽ കുട്ടികൾക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഈ ക്യാമ്പിൻ്റെ തീമാണ് ദ ലോർഡ് ഈസ് ഗോഡ്. ഫൈനലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നീറ്റായിട്ട് തന്നെ നല്ലതായിട്ട് നോട്ടിട്ട് കൊടുക്കണം. ഇത് എലാസ്റ്റിക്കിലാണ് നമ്മൾ കോർത്തിട്ടുള്ളത്, അതായത് ക്രിസ്റ്റൽ ടെക്കിലാണ്. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. താങ്ക്